നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. മഹാബലിയാണ് മലയാളികളുടെ ഓണാഘോഷത്തിന്റെ കേന്ദ്രബിന്ദു. എന്നാൽ പുരാണത്തിൽ പറയുന്ന മഹാബലിയും മലയാളികളുടെ ഓണവും തമ്മിൽ ഒരു ബന്ധവുമില്ല. മാത്രവുമല്ല, മഹാബലി കേരളം ഭരിച്ച രാജാവുമായിരുന്നില്ല. മഹാബലിയെ കേരളവുമായി ബന്ധപ്പെടുത്തുന്ന പൗരാണിക കൃതികളൊന്നും തന്നെയില്ല. വൈഷ്ണവ പുരാണങ്ങളിൽ വിഷ്ണുവിന്റെ അവതാരത്തെ വർണ്ണിക്കുന്നിടത്ത് വാമനന്റെ വരവും മഹാബലിയുമായുള്ള ഏറ്റുമുട്ടലും വിവരിക്കുന്നുണ്ട്. ഭാഗവതത്തിലും മഹാബലിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. പുരാണ കഥകളെ പ്രാദേശികമായി വ്യാഖ്യാനിക്കപ്പെടുകയും അതനുസരിച്ച് കഥകളും ഉണ്ടായപ്പോൾ ദോഷകരമായ കൂട്ടിച്ചേരലുകളും ഉണ്ടായി. അത്തരത്തിൽ ഒരു ഐതിഹ്യ കഥയാണ് ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷവും ചില തെറ്റിദ്ധാരണകളും. വേണാട്ടടികൾ കൊച്ചി കീഴടക്കി വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള തൃക്കാക്കര ക്ഷേത്രം കേന്ദ്രമാക്കി ഏറെ നാൾ ഭരിച്ചിരുന്നു. നാട്ടുപ്രഭുക്കൾ മുതൽ സാധാരണക്കാർ വരെ തന്നെ നേരിൽ കാണണമെന്ന് വേണാട്ടടികൾ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. അതനുസരിച്ച് ജനങ്ങൾ പല ദിവസങ്ങളായി വേണാട്ടടികളെ ദർശിക്കുകയും കാഴ്ചദ്രവ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇതായിരുന്നു കാലക്രമേണ ഓണാഘോഷമായി മാറിയതെന്നും പറയുന്നു. മാത്രവുമല്ല, തിരുവോണത്തിന് നമ്മൾ പൂജിച്ച് വരവേൽക്കുന്നത് മഹാബലിയെയല്ല, വിഷ്ണുവിൻ്റെ അവതാരമായ വാമനനെയാണ് വരവേൽക്കുന്നത്. പൂക്കളം ഒരുക്കുമ്പോൾ തൃക്കാക്കര അപ്പനെയാണ് നമ്മൾ പൂജിച്ച് ആരാധിക്കുന്നത്. തുടർന്ന് നമ്മെ പ്രചോദിപ്പിക്കുന്ന ഗുരുവചനം കേൾക്കാം. ധ്യാനം കൊണ്ട് ഓജസ് വർദ്ധിക്കും, ബുദ്ധിവികാസമുണ്ടാകും, സൗന്ദര്യം വർദ്ധിക്കും, ആരോഗ്യം പുഷ്ടിപ്പെടും, ഓർമ്മശക്തിയും ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള മനോബലവും കിട്ടും. ധ്യാനിക്കുക, അതാണ് സ്വത്ത്. മാതാ അമൃതാനന്ദമയി ദേവി. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ജ്വാലോഗ്ര സകലാമരാതി ഭയദ ശ്വേള കഥം വാ ത്വയാ ദൃഷ്ട കിം ചകരി ധൃത കരതലേ കിം ജംബൂഫലം ജിഹ്വായാം നിഹിതശ്ച സിദ്ധഘുട്ടിക വാകണ്ഠദേശേ ഭൃതഃ കിം തേ നീലമണിർവിഭൂഷണമയം ശംഭോ മഹാത്മൻ വദ ജ്വാലോഗ്ര സകലാമരാതി ഭയദ ശ്വേള കഥം വാ ത്വയാ ദൃഷ്ട കിം ചകരി ധൃത കരതലേ കിം ജംബൂഫലം ജിഹ്വായാം നിഹിതശ്ച സിദ്ധഘുട്ടിക വാകണ്ഠദേശേ ഭൃതഃ
किं ते नीलमणिर्विभूषणमयं शम्भो महात्मन् वद സന്ധ്യാദീപം അടുത്തതായി ശാങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ്. അത്യന്തം ഭീകരജ്വാലയോടുകൂടിയ കാളകൂട വിഷത്തെ കണ്ട് ദേവന്മാരുൾപ്പെടെ സകലരും പ്രാണഭയത്തോടെ ഓടി ഒളിച്ചപ്പോൾ, അല്ലയോ പരമേശ്വര, അങ്ങ് എങ്ങനെയാണ് ആ വിഷത്തെ കൈക്കുമ്പിളിലെടുത്തത്? പഴുത്ത് പാകമായ ഞാവൽപ്പഴം പോലെയാണോ കാളകൂട വിഷത്തെ അങ്ങ് കണ്ടത്? ആ കാളകൂടത്തെ കുടിക്കുമ്പോൾ അത് സിദ്ധ ഗുളികയായിട്ടാണോ അങ്ങയ്ക്ക് തോന്നിയത്? ഇത്തരത്തിൽ ഭഗവാനോടുള്ള പരാഭക്തി വെളിവാക്കുന്ന ശിവാനന്ദ ലഹരിയിലെ 32-ാം ശ്ലോകം ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 32-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ 31-ാം ശ്ലോകത്തിലും 32-ാം ശ്ലോകത്തിലും ലോകരക്ഷയ്ക്കായി പരമശിവൻ ഹാലാഹല വിഷം, കാളകൂട വിഷം കുടിച്ച് തൻ്റെ കണ്ഠത്തിൽ വെച്ചതിനെയാണ് പരാമർശിക്കുന്നത്. ഇവിടെ ചോദിക്കുകയാണ്, ഹേ മഹാത്മൻ, ഹേ ശംഭോ, അങ്ങ് പറഞ്ഞാലും കഥം വാ ത്വയാ ക്ഷ്വേളഃ ദൃഷ്ടഃ, വിഷം അങ്ങയാൽ എങ്ങനെയാണ് കാണപ്പെട്ടത്? എങ്ങനെയാണ് അങ്ങ് വിഷത്തെ നോക്കി കണ്ടത്? ഈ ചോദ്യത്തിൻ്റെ കാരണം എന്തെന്നാണെങ്കിൽ, ജ്വാലോഗ്രസകലാമരാതിഭയദഃ, ജ്വാലോഗ്രഹ, ഉഗ്രമായ ജ്വാലകളോട് കൂടിയതാണ് ആ വിഷം. ലോകം മുഴുവൻ ഭസ്മീകരിക്കാൻ തക്കവിധ ശക്തിയുള്ള ജ്വാലകളോട് കൂടിയതാണ് ആ വിഷം. എന്ന് മാത്രമല്ല, സകലാമരാതിഭയദഃ, സകല അമരന്മാർക്കും ദേവന്മാർക്കും അതിയായ ഭയത്തെ കൊടുക്കുന്നതാണ്. ആ വിഷത്തെ കാണുന്ന മാത്രയിൽ എല്ലാ ദേവന്മാരും അവിടുന്ന് മാറി. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുക, ഭഗവാനെ രക്ഷിക്കണേ. അപ്പം എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള ക്ഷ്വേളഃ വിഷം കഥം വാ ത്വയാ ദൃഷ്ടഃ, നിന്നാൽ എങ്ങനെ കാണപ്പെട്ടു ഹേ മഹാത്മൻ, അല്ലയോ മഹാത്മാവേ? വദ, പറയൂ. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നാമത്തെ കാരണം, എല്ലാ ദേവന്മാരും ഭയപ്പെട്ട് ഓടിയ സ്ഥലത്ത് പരമശിവൻ സന്തോഷമായി അതിനെ നോക്കിക്കണ്ടു. എങ്ങനെയാണത്? രണ്ടാമത്, കരേ ധൃതഃ കരതലേക്കും പക്വജംബൂഫലം. വെറുതെ നോക്കി കാണുകയല്ല ചെയ്തത്. കരേ ധൃതഃ, കയ്യിൽ അതിനെ ധരിച്ചു, കയ്യിലെടുത്തു. കരേ ധൃതഃ, കയ്യിലെടുത്തു. അങ്ങനെ കയ്യിലെടുത്തപ്പോഴോ, കരതലേക്കും പക്വജംബൂഫലം, നല്ല പഴുത്ത ഞാവൽപ്പഴം, നല്ല പഴുത്ത ഞാവൽപ്പഴമാണോ അത്? ആ രീതിയിലാണോ നിന്നാൽ കാണപ്പെട്ടത്? ഇപ്പോൾ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന അത്യന്ത ഉഗ്രങ്ങളായ ജ്വാലകളോടുകൂടിയ യാതൊന്നിൻ്റെ ദർശനമാത്രത്താൽ ദേവന്മാരെല്ലാവരും ഭയപ്പെട്ടോടിയോ, അങ്ങനെയുള്ള ആ വിഷം അങ്ങ് കയ്യിലെടുത്തു. അപ്പോൾ കയ്യിലെടുത്തപ്പോൾ അങ്ങ് ഏതുപോലെയാണത്? പക്വജംബൂഫലം, നല്ല പക്വമായ പഴുത്ത ഞാവൽപ്പഴം പോലെയാണോ അങ്ങേക്കത് തോന്നിയത്? അത് കഴിഞ്ഞ് കുടിക്കുകയാണ്. കുടിക്കുന്ന സമയത്ത് അത് നാവിലൂടെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നാവിലൂടെ ഇറങ്ങുന്ന സമയത്ത് അതെന്താണ്? ജിഹ്വായാം നിഹിതശ്ച സിദ്ധഗുഡിക. ജിഹ്വായാം നിഹിതഃ, ജിഹ്വയിൽ, നാവിൽ നിഹിതമായി. കാരണം കുടിക്കുന്ന സമയത്ത് ആദ്യം അത് വായയിലൂടെയാണ് തൊണ്ടയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ വായയിലൂടെ ഇറങ്ങുമ്പോൾ നാവിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. ഏതാണ് കടന്നു പോകുന്നത്? അത്യുഗ്രമായ ജ്വാലകളോടുകൂടിയ സകലാമരാതിഭയദമായ, എല്ലാ അമരന്മാർക്കും അതിഭയത്തെ നൽകുന്നതായ ആ വിഷം നാവിലൂടെ കടന്നു പോകുമ്പോൾ സിദ്ധഗുളികാവാ, അതൊരു സിദ്ധ ഗുളികയാണോ? ഇപ്പോൾ സിദ്ധവൈദ്യത്തിൽ ഗുളികകൾ നമ്മൾ കഴിക്കുന്നു.
രോഗശമനത്തിന് അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനത്തിന് എന്നൊക്കെ പറയാം ഗുളികകൾ കഴിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഗുളിക എടുത്ത് കഴിക്കുന്നത്. ഗുളിക വളരെ ചെറുതാണ്, അനായാസേന കഴിക്കാൻ നമുക്ക് പറ്റുന്ന ഗുളിക. അപ്പോൾ ഒരു ഗുളിക കഴിക്കുന്നത് പോലെയാണോ അവിടുത്തെ നാവിന് തോന്നിയത്? ഞാവൽപ്പഴത്തെ വെച്ചതുപോലെയാണോ അവിടുത്തെ കൈക്ക് തോന്നിയത്? അതും കഴിഞ്ഞു. കണ്ഠദേശേ ഭൃതഃ, കണ്ഠദേശേ ഭൃതഃ, തൊണ്ടയിലത് ധരിക്കപ്പെട്ടു, ഉറപ്പിച്ച് ധരിക്കപ്പെട്ടു. അപ്പോൾ എന്താണത്? കിന്തേ നീലമണിർ വിഭൂഷണം. അപ്പോൾ അത് ഒരു നീല മുത്തുകൊണ്ടുള്ള ആഭരണമായിട്ടാണോ അങ്ങ് കണ്ടത്? നീലമണിർ വിഭൂഷണം, മണി മുത്ത്, നീലമുത്ത് കൊണ്ടുള്ള ഒരാഭരണമായിട്ടാണോ, നീലരത്നം ഒരു രത്നമായിട്ടാണോ അങ്ങ് അതിനെ കണ്ടത്? ആഭരണമായിട്ട്. കാരണം അത്രയും സന്തോഷത്തോടു കൂടി അങ്ങ് ധരിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഉഗ്രജ്വാലകളോടുകൂടി ആ വിഷം പക്വമായ ഞാവൽപ്പഴം പോലെ കയ്യിലെടുത്ത് സിദ്ധകുടിക പോലെ വായിലൂടെ ഇറക്കി മഹത്വപൂർണമായ നീലരത്നം പോലെയുള്ള ഒരു ആഭൂഷണമായിട്ട് അലങ്കാരമായിട്ട് കണ്ഠത്തിൽ വെച്ചു. ഇതെന്താണിത്? അങ്ങ് എങ്ങനെയാണ് ഇതിനെ നോക്കി കണ്ടത്? ഹേ ശംഭോ, അല്ലയോ സകല ലോകത്തിനും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവനെ, അങ്ങ് പറഞ്ഞാലും. ഹേ മഹാത്മൻ, അല്ലയോ മഹാത്മാവേ, അങ്ങ് പറഞ്ഞാലും. ഇപ്പോൾ സർവ്വലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവനാണ്. യാതൊരു വിഷമം ആവിർഭവിച്ചപ്പോൾ അത് സർവ്വലോകത്തെയും ഭസ്മീകരിക്കും വിധമായി തീർന്നുവോ അതിനെയാണ് ഭഗവാൻ ആവാഹിച്ച് ലോകത്തെ രക്ഷിച്ചത്. അങ്ങനെ ലോകരക്ഷയുടെ ഭാവം കൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് മഹാത്മൻ എന്ന് വിളിക്കുന്നത്. അല്ലയോ മഹാത്മാവേ, വധ, അങ്ങ് പറയൂ, എങ്ങനെയാണ് ഈ വിഷത്തെ നോക്കിക്കണ്ടത്? കാരണം സാമാന്യമായിട്ട് ആർക്കും സാധിക്കാത്തതാണിത്. ഉഗ്രജ്വാലകളോടുകൂടി കാണുന്ന മാത്രയിൽ ഭയത്തെ ജനിപ്പിക്കുന്ന, സർവ്വ അമരന്മാരെയും പലായനം ചെയ്യിപ്പിക്കുന്ന, സകല അമരന്മാർക്കും അതിഭയത്തെ പ്രദാനം ചെയ്യുന്ന ക്ഷേളമാണ്, വിഷമാണ് അങ്ങ് ഇപ്രകാരമൊക്കെ ചെയ്തത്. അപ്പോൾ എങ്ങനെയാണത് അങ്ങയാൽ നോക്കി കാണപ്പെട്ടത് എന്ന് അറിയാനുള്ളൊരു ജിജ്ഞാസ. ഇവിടെ വാസ്തവത്തിൽ നമുക്ക് ശംഭോ മഹാത്മൻ വധ എന്നൊക്കെയുള്ള ആ പ്രയോഗത്തിൽ പരാഭക്തൻ ഭഗവാനുമായി ഒട്ടും അകലമില്ലാത്ത ഭാവത്തെ പ്രാപിച്ചിരിക്കുകയാണ്, അനന്യതയെ പ്രാപിച്ചിരിക്കുകയാണ്. ആ അനന്യതയിൽ എല്ലാ ഔപചാരിക ഭാവങ്ങളും ഇല്ലാതാവുകയാണ്. അഥവാ ഔപചാരികതയുടെ എല്ലാ വേലിക്കെട്ടുകളും അതിർവരമ്പുകളും അവിടെ ഇല്ലാതായി. അവിടെ ഭക്തനും ഭഗവാനും ഒന്നായി. ആ ഏകീഭവനത്തിൽ എല്ലാ ഔപചാരികതകളും വിട്ടൊഴിഞ്ഞ ആ തലത്തിൽ എന്തും ചോദിക്കാം ഭക്തന്. ആ തലത്തിലാണ് ഈ ചോദ്യം വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ ശിവാനന്ദലഹരിയിലെ ഓരോ ശ്ലോകവും തന്നെ ഭക്തിയുടെ ലഹരിയാണ്, മഹാലഹരി. ആ ലഹരി ശരിക്കും ആസ്വദിക്കാൻ നമുക്ക് സാധിക്കട്ടെ, അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നേ പറയാനുള്ളൂ. തുടർന്നുള്ള ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം അടുത്ത പ്രാവശ്യം. തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പരിവാര ദേവതകളെ പറ്റിയിട്ടാണ്, ബലിക്കല്ലുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്നത്തെ അധ്യായത്തിൽ മുന്നോട്ട് പോകുന്നത്. ആരൊക്കെയാണ് പരിവാര ദേവതകൾ എന്നുള്ളതിൻ്റെ സാമാന്യമായൊരു വിവരണം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കൊടുത്തു. അതിന് പുറമെ ഒരു ദേവനെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിനകത്ത്, അതായത് നാലമ്പലത്തിനകത്ത് അകത്തെ വലിവട്ടമെന്നും പുറത്തെ വലിവട്ടമെന്നുമാണ്. നാലമ്പലത്തിന് പുറത്ത് മതിൽക്കകത്ത് ഉള്ള പ്രദേശത്തെ പുറത്തെ വലിവട്ടമെന്നുമാണ് സാമാന്യമായിട്ട് പറയപ്പെടുക. അകത്തെ വലിവട്ടത്തിൽ സ്വതവേ വരുന്നത് ദേവൻ്റെ ദേവഗണങ്ങളും, അതായത് അഷ്ടദിക്പാലകരും ഒപ്പം ദേവനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ദേവഗണങ്ങളെയാണ് അകത്തെ വലിവട്ടത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മഹാബലിപീഠം എന്ന നിലയിൽ
വലിയ ബലിക്കലിനെ കാണാം. ദേവൻ്റെ ഭൂതഗണങ്ങളുടെ ഏറ്റവും അധീപനായിട്ടുള്ള ഒരു പാർഷദനെയാണ് പുറത്തെ മഹാബലിപീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ചുറ്റിലുമായി, ആ മഹാബലിപീഠത്തിൻ്റെ ചുറ്റിലുമായിട്ട് ചെറിയ ഉപപീഠങ്ങളെ നമുക്ക് കാണാം. അതിനു പുറമെ ക്ഷേത്രത്തിന് ചുറ്റിലുമായി പല സ്ഥലങ്ങളിൽ ഓരോ ദിക്കിലും ഈ പറഞ്ഞ മാതിരി കിഴക്ക് അഗ്നിമൂലയിലും തെക്ക് ഭാഗത്തും നിരർതി കോണിലും പടിഞ്ഞാറ് ഭാഗത്തും വായുകോണിലും വടക്ക് ഭാഗത്തും ഈശാന കോണിലും ഒക്കെ പുറത്തും ഇതുപോലെയുള്ള ബലിപീഠങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ഓരോ പരിവാരങ്ങൾ, അതായത് ഭൂതഗണങ്ങളെയാണ് നമുക്ക് പുറത്ത് ദർശിക്കാൻ സാധിക്കുക. അകത്തുള്ളത് ദേവഗണങ്ങളും പുറത്തുള്ളത് ഭൂതഗണങ്ങളുമാണ്. കോടാനുകോടി നമ്മൾക്ക് അത്രയധികം പരിവാരങ്ങൾ ദേവനോടൊപ്പം തന്നെ അവിടെ വന്നു ചേരുന്നുണ്ട് എന്നാണ്, സാന്നിധ്യം ചെയ്യുന്നുണ്ട് എന്നാണ് സങ്കല്പം. നമുക്ക് ക്ഷേത്രത്തിൽ വളരെ വിശേഷമായിട്ടുള്ള ശീവേലി, ശ്രീഭൂതബലി, ഉത്സവബലി എന്നുള്ള മുതലായ ചടങ്ങുകളൊക്കെ ഉണ്ട്. ശീവേലി മുതലായ കാര്യങ്ങൾക്കും ഇത്തരം ചടങ്ങുകൾക്കൊക്കെ ഈ പരിവാര ദേവകൾക്ക് മുഴുവൻ ബലി തൂവി അവരെ പ്രസാദിപ്പിക്കുകയാണ്. ദേവന് പ്രധാനമായിട്ടുള്ള മഹാഭോജനമായിട്ടുള്ള മഹാനിവേദ്യം നിവേദിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ പരിവാര ദേവതകൾക്ക് മുഴുവൻ ഇത്തരത്തിലുള്ള മഹാപ്രസാദം അല്ലെങ്കിൽ മഹാനിവേദ്യം എന്ന സങ്കല്പത്തിൽ ബലി തൂവിയിട്ടാണ് അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്നത്. അവരുടെയൊക്കെ ഒരു ചൈതന്യത്തെ ഉണർത്തുകയും ദേവനോടൊപ്പം തന്നെ അവരുടെ സാന്നിധ്യത്തെയൊക്കെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത് വഴിയാണ് ഒരു ദേശത്തിനാകെ, ആ പ്രദേശത്തിൻ്റെ ആകെ പ്രസരിപ്പ് ഈ ദേവ ചൈതന്യത്തിനോടൊപ്പം തന്നെ ബാക്കിയുള്ള സമഗ്രമായ വികസനവും ആ ദേശത്തിൻ്റെ മുഴുവൻ സമഗ്രമായ പുരോഗതിയും ഉണ്ടാകേണ്ടത് ഈ പരിവാരങ്ങളെ കൂടി സന്തോഷിപ്പിക്കുന്നതോടുകൂടിയാണ് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിവാര ദേവതകൾക്കും ഇത്തരത്തിലുള്ള ബലി നൽകിക്കൊണ്ട്, അതായത് ശ്രീഭൂതബലി മുതലായിട്ടുള്ള ശിവബലി മുതലായിട്ടുള്ള ബലി നൽകിക്കൊണ്ട് അവരെയും കൂടി പ്രസാദിപ്പിക്കുകയും അതിനുള്ള അനുഷ്ഠാനങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. ഓരോ ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങളും ക്ഷേത്രചരിത്രവും മനസ്സിലാക്കി ദീപാരാധന തൊഴുതുമടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഹൃദയേ ശങ്കരം ധ്യായേദ്ദേവദേവം ജഗദ്ഗുരും കർപ്പൂരസദൃശം ചന്ദ്രശേഖരം ശൂലപാണിനം ത്രിലോചനം മഹാദേവം ദ്വിഭുജം ഭസ്മഭൂഷിതം പരാർക്കഭൂഷണയുതം ക്വണനൂപുരമണ്ഡിതം സരത്നമേഖലാബദ്ധകടിവസ്ത്രം സകുണ്ടലം നീലകണ്ഠം ജടാവന്തം സകിരീടം സുശോഭിതം. പഞ്ചഭൂതനാഥനാണ് ശിവൻ. ആകാശവും ജലവും ഭൂമിയും വായുവും അഗ്നിയും നിറഞ്ഞ ശിവരൂപം നിത്യവും ശുദ്ധവും സത്യവുമായി സകല ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. പ്രപഞ്ചപ്രാണന്റെ നിലനിൽപ്പ് തന്നെ ഓംകാരമെന്ന നാദത്തിലാണ്. ആദി കൈലാസത്തിലേക്കുള്ള യാത്ര പോലെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ
ഒരു ആത്മീയ യാത്ര തന്നെയാണ് തിരുവാലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്ര. ജ്യോതിസ്വരൂപനായ ഭഗവാന്റെ ദർശനത്തിനായി ആത്മീയ ആചാര്യന്മാരുടെയും കലാകാരന്മാരുടെയുമൊക്കെ നിരന്തര സന്ദർശനത്താൽ തിരുവാലൂർ പുണ്യഭൂമിയുമാകുന്നു. പഞ്ചഭൂതങ്ങളിലൊന്നായ അഗ്നിസ്വരൂപത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. ഭാരതത്തിൽ തന്നെ വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് അഗ്നിസ്വരൂപത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നത്. ഭഗവാൻ അനിഷ്ടമായതൊന്നിനും കടന്നുവരാൻ കഴിയാത്ത വിധം അദൃശ്യമായൊരു അഗ്നിവലയം തന്നെ ക്ഷേത്രത്തിനു ചുറ്റുമുണ്ടെന്ന് ദേശവാസികൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അസമയത്തോ പൂജാസമയം കഴിഞ്ഞോ ക്ഷേത്രാന്തരീക്ഷത്തിലേക്ക് ഭക്തജനങ്ങളോ നാട്ടുകാരോ കടന്നുവരാറില്ല. ഈ ഏകാന്തതയിലും നിശബ്ദതയിലും ധ്യാനനിരതനാകുന്നത് തന്നെയാവാം ഭഗവാനിഷ്ടം. प्रभुं प्राणनाथं विभुं विश्वनाथं. ഓരോ ദീപങ്ങളും പ്രപഞ്ചത്തിലേക്ക് ഓംകാരനാദം തന്നെയാണ് പുറപ്പെടുവിക്കുന്നത്. ആകാശവും ജലവും വായുവും അഗ്നിയും ഭൂമിയുമായി പഞ്ചഭൂതങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ പ്രപഞ്ചപ്രാണന്റെ തുടർച്ചയാണത്. സർപ്പജാലം മഹാകാലകാലം ഗണേശാദിപാലം ജടാജൂട്ടഗംഗോത്തരംഗൈർ. ശ്രീകോവിലിനുള്ളിലെ ജ്യോതിസ്വരൂപത്തിൽ നിന്നും ദർശനഭാഗ്യം കിട്ടുന്ന ഭക്തമനസ്സുകളിൽ നിന്നും സർവകാമനകളുമില്ലാതാകുമ്പോൾ ഇന്ദ്രിയബോധങ്ങളിൽ നിന്നകന്ന് ആത്മബോധങ്ങളുടെ ദീപശോഭകളിലേക്ക് യാത്ര ചെയ്യുന്നു. ഇവിടെ ഭക്തൻ സ്വന്തം ആത്മചൈതന്യം തിരിച്ചറിയുകയാണ്. ആത്മാവിനെ മറന്നുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയെ അറിയുമ്പോൾ ഭഗവത് ചൈതന്യത്തിൽ നിന്ന് മോക്ഷമാർഗം തെളിയുന്നു. അങ്ങനെ നിത്യവും ശുദ്ധവും സത്യവുമായ തിരുവാലൂരപ്പൻ്റെ പുണ്യദർശനം ആത്മാവിനെ മോക്ഷസാഗരമാക്കുമ്പോൾ ആകാശങ്ങളിലെ കോടാനുകോടി നക്ഷത്രങ്ങൾക്കപ്പുറത്തു നിന്നും പരമാത്മാവിലെ പ്രകാശ ചൈതന്യത്തെ ആത്മചൈതന്യം അനുഭവിച്ചറിയുന്നു. വിശ്വനാഥം